അപ്പം ഇന്ന് ഞങ്ങൾ വിശന്നിട്ട് വയ്യ. അപ്പം ഒരു പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. പഴമൊക്കെ നമ്മൾ വെറുതെ വിശന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കിയല്ലോ വിചാരിച്ചു. പക്ഷേ ഒരു പഴം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വിശന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ പഴം കട്ട് ചെയ്തിട്ടുണ്ട്, 2ആയി കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഒരു പഴം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഓൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഇതാ നമ്മുടെ ബൗളിൽ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാനതിൽ ഇടാത്തൊരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ നല്ല രീതിക്ക് പഴത്തിൽ മിക്സ് ചെയ്തു. പിന്നെ ഇതാ ഫ്ലെയിം ഓണാക്കി എണ്ണ ഇട്ടു, ചൂടാക്കി. പിന്നെ എണ്ണ ചൂടായ ശേഷം നമ്മൾ പഴം വറുത്തു ഗായ്സ്. അപ്പം നല്ല രീതിക്ക് അങ്ങോട്ട് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ബാക്കി വിശേഷം പറയാം. അപ്പം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളിത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ പറയും. റെസിപ്പി അല്ല, ഒരു സാധനം ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ആണോ ഒന്ന്? അടിപൊളിയല്ലേ ഗൈസ്? ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല. മധുരമുള്ളതുകൊണ്ട് നമ്മൾ പിള്ളാത്തത് കാണുന്നുണ്ടായും. പക്ഷെ പഴത്തിന് മധുരമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അടിപൊളി സൂപ്പർ ഫാന്റാസ്റ്റിക്. ട്രൈ ചെയ്ത് നോക്കാനായിട്ട് കാര്യം ട്രൈ ചെയ്തത് വേറൊക്കെ യൂട്യൂബ് ചാനലിൽ പോയി നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ജസ്റ്റ് ഫൺ ട്രൈ. ശരിക്കും മഴമുണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പോൾ